ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം കുറച്ച് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം പിന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൺഡേ വീട്ടിൽ ഇരിക്കണതാണ് സാധാരണ. അല്ലെങ്കിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇന്ന് കുറച്ച് ഒരു 10-20 കിലോമീറ്റർ അപ്പുറം പോവുകയാണ്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊന്ന് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഈ സിറ്റിക്ക് തിറന്നിട്ട് ഇവിടെ ഡ്രസ്സ് ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് അത് ഞാൻ പോയി നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്കും കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്കാം. നിങ്ങൾക്ക് അടുത്തൊക്കെ ആണെങ്കിൽ പോയി നോക്കാം. നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു നോക്കാം. അവർ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് അവിടെ കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാൻ കുറച്ച് വളർന്ന് വിജലംബിച്ചതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അപ്പോൾ ഒന്ന് കുറച്ച് ലൂസായിട്ടൊക്കെ ഉള്ളതൊന്നും ഡ്രസ്സ് തപ്പിയാണ് ഇറങ്ങിയിരിക്കണം. ഇപ്പം തന്നെ ഞാൻ കുറച്ച് ടൈറ്റായിട്ടുള്ളതിന് ഇട്ടിരിക്കണം. അപ്പം ഇതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പം നമുക്ക് പോണ വഴിക്ക് കാണാം, ഇല്ലെങ്കിൽ പോയിട്ട് കാണാം. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? അങ്ങനെ നമ്മൾ 10-24 കിലോമീറ്റർ ഒന്നും ഉണ്ടേ. 10-24 കിലോമീറ്റർ യാത്ര ചെയ്ത് ലാസ്റ്റ് കള്ളിക്കാടുള്ള ലണ്ടൻ ക്ലാസിക്കിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഷോപ്പിലോട്ട് പോകണം. വണ്ടി ഒന്ന് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി ഒരു സൈഡിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ ഷോപ്പിലോട്ട് പോകണം. ഷോപ്പിലോട്ട് പോയിട്ട് നമ്മൾ ഡ്രസ്സ് ഉണ്ടാകും നോക്കാം. എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ സൈസിൽ കിട്ടുമോ. ലാസ്റ്റ് പട്ടി ചന്തയ്ക്ക് പോയാലും ആവോ എന്തോ. നമുക്ക് നോക്കണം. സത്യം പറയാമല്ലോ, നിങ്ങൾ കുറേ പേര് വിചാരിക്കും സൈസ് ഉണ്ടാക്കാം, ജിമ്മിലൊക്കെ പോകണം പറ്റിയാണ്. സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോകണവരെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവർ ആഗ്രഹിക്കുന്ന ഡ്രസ്സൊന്നും ഇടാൻ പറ്റൂല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ സൈസിന് ഷർട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ പോലും കയറില്ല. ഞാൻ ഉള്ളത് പറയാമല്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം. ഇത് ഞാൻ അച്ഛന് വാങ്ങിച്ചാണ്. നമുക്ക് നോക്കാം ഇപ്പം എൻ്റെ സൈസിൽ കിട്ടുമെന്നുള്ളത്. പോയിട്ട് കാണാം. എങ്ങനെയാണെന്ന് പറയണേ. ഇതെന്താ പറയുക, നിങ്ങളിൽ ഹൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിയ സാധനമാണ്. ഞാൻ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞ് അതോടെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 1 മിനിറ്റ് രണ്ടുപേരെ പരിചയപ്പെടുത്തിത്തരാം. ഇതാ ഇതും ബാക്കി ഇങ്ങൊന്ന് കാണാൻ പറ്റുമോ എനിക്ക്? ഇവർ രണ്ടുപേരാണ് കടയില. നിങ്ങളിവിടെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ കാണും. ഇവരടുത്ത് പറഞ്ഞാൽ മതി. ഇവരുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ വന്നതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്നാൽ മതി. ഇതിന് വേണ്ടി തള്ളിപ്പിടിച്ച് വരണമെന്ന് ഞാൻ പറയൂല. ശരി, അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അപ്പം സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കടയ്ക്ക് നിന്ന് അങ്ങോട്ട് ഒരുപാടൊന്നും പറഞ്ഞില്ല. എന്നാലും ഇപ്പോൾ എൻ്റെ സൈസിലുള്ള ഷർട്ട് തപ്പി വന്നിട്ട് ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യം ഞാൻ ഇതുവരെ ഇടാത്ത രീതിയിലുള്ള ഷർട്ട് ഞാൻ നോക്കിയായിരുന്നു. ഷർട്ട് ഞാൻ ഏതാണെന്നുള്ളത് ഞങ്ങൾ കാണിക്കാം. ഡ്രസ്സ് ഇനിയിപ്പോൾ വണ്ടി എടുക്കാൻ പോണ്. നിങ്ങൾ വരണം. ഇല്ലെങ്കിൽ ഇതൊരു പ്രൊമോഷനായിട്ട് ഒന്നും കാണില്ല. ഞാൻ വന്ന് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വന്ന്
ഞാൻ കണ്ടപ്പോൾ എനിക്കത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നിങ്ങളിതിൽ പറഞ്ഞ എൻ്റെ പേര് പറഞ്ഞാൽ കുറച്ചിരുന്നില്ല. അവരെന്തായാലും വില കുറച്ച് തരും. അത് ആര് വന്നാലും ഇപ്പോൾ അവിടെ നിന്നവർക്ക് തന്നെ അവർക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് തന്ന പോലെ അവർക്കും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു നോക്കാം. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാമെന്ന വിശ്വാസത്തിൽ ഞാൻ അർജുൻ. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. ടാറ്റ, ബൈ ബൈ.